ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത്, രാജ്യത്തൊട്ടാകെ ചർച്ചയാകുന്നത്. ഡൽഹിയിലെ ഒരു പുസ്തക ചടങ്ങിൽ പ്രസിദ്ധീകരണ ചടങ്ങിലോ മറ്റോ ആണെന്ന് തോന്നുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത് ഭാവിയിൽ നമ്മുടെ സമൂഹം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ലജ്ജിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും, അത് വിദൂരമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ഭാഷയ്ക്കല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ പ്രാദേശിക ഭാഷകൾ, നമ്മുടെ ചരിത്രവും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രാദേശിക ഭാഷയ്ക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളൊക്കെ കേന്ദ്ര മന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇംഗ്ലീഷിനെ വിമർശിക്കുന്നത് എന്നാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നു വരികയാണ്. അജിത് സാർ, എന്താണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയതിന് പിന്നിൽ? ഈ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുകൊണ്ട് മോശമാണ്, അങ്ങനെയൊന്നും അല്ല എന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്ക് പോയപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി സംസാരിക്കുന്നൊരു വീഡിയോ വൈറലായിരുന്നു. അതായത് ഇമ്മാനുവൽ മാക്രോൺ ചോദിക്കുകയാണ്, വെൻ ഡിഡ് യു അറൈവ് എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് നൈറ്റ് മേ യഹാ പഹുഞ്ച എന്നാണ് അദ്ദേഹം തിരിച്ചു പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ദ്വിഭാഷി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദ്വിഭാഷി ഫ്രഞ്ച് പ്രസിഡന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് പോയിട്ട് ഇംഗ്ലീഷിലല്ല സംസാരിക്കാറുള്ളത്, പുടിനുമല്ല. ഫ്രഞ്ച് പ്രസിഡന്റ് പോലും പലപ്പോഴും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല. മാക്രോണും അദ്ദേഹം ഫ്രഞ്ചിൽ തന്നെ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ ഭാഷകളൊക്കെ അവർ ആ ഭാഷ തന്നെയാണ് സംസാരിക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രസക്തമാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് RSSും BJPയും ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ, അല്ലെങ്കിൽ അമിത്ഷാ ഇപ്പോൾ പർട്ടിക്കുലർലി ഇംഗ്ലീഷിനെതിരെ വരുന്നു എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള 15ഓളം സംസ്ഥാനങ്ങളുണ്ട്, കേരളം ഉൾപ്പെടെ. കേരളത്തിലെ മലയാളവും ഇംഗ്ലീഷുമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷകൾ. നമ്മുടെ എല്ലാ ഔദ്യോഗിക അറിയിപ്പുകളും സർക്കാർ രേഖകളുമെല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലാണ് വരാറുള്ളത്. ഇംഗ്ലീഷ് സോൾലി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് നോർത്ത് ഈസ്റ്റിൽ. അരുണാചൽ പ്രദേശ് ഒരു ഉദാഹരണം. അങ്ങനത്തെ മറ്റ് നാഗാലാൻഡ്, മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. അവരുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. ഈ ഇംഗ്ലീഷ് ഇന്ത്യയിൽ പ്രസക്തമാണ്. ഇന്ത്യ ഒരു കോമൺവെൽത്ത് കൺട്രി ആയതുകൊണ്ട്, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽസിന് കീഴിലുണ്ടായിരുന്ന കൺട്രി ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു പൊതു ഭരണഭാഷയായിട്ട് മുമ്പേ ഇന്ത്യയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മൾട്ടി ലിംഗ്വൽ കൾച്ചറുള്ളൊരു രാജ്യമാണ്. ഇന്ത്യയെപ്പോലെ ഈ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉള്ള വേറൊരു രാജ്യമില്ല ഈ ലോകത്ത്. ആലോചിച്ചു, ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ട്. ഈ ചെറിയ ഭൂപ്രദേശത്ത് 11,000 ഭാഷകളുണ്ടെന്നാണ് പറയുന്നത്, ലിപിയുള്ളതും ഇല്ലാത്തതുമായ. അപ്പോൾ അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് കൾച്ചറുള്ള ഒരു രാജ്യത്ത് അതിനൊരു ബ്രിഡ്ജ് ഉറപ്പായിട്ടും വേണം. ആ ബ്രിഡ്ജ് ഏതാണെന്നാണ് ചോദ്യം. ആ ബ്രിഡ്ജ് ഹിന്ദിയാണോ അതോ ഇംഗ്ലീഷാണോ? ഇതാണ് ചോദ്യം. അമിത്ഷായുടെ ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം, കോർ എന്ന് പറയുന്നതാണ്. നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്ന ഭാഷ ഏതായിരിക്കണം? നമുക്കൊരു ദേശീയ ഭാഷ വേണ്ടേ? ഈ പ്രാദേശിക ഭാഷകൾ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ദേശീയ ഭാഷ വേണ്ടതെന്നാണ്. അവിടെ ഹിന്ദിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം. അമിത്ഷായും മോദിയും BJPയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയവും അതാണ്. ഹിന്ദി നമുക്ക് ദേശീയ ഭാഷയായിട്ട്, എല്ലാ റീജിയണൽ ലാംഗ്വേജിനെ ബ്രിഡ്ജ് ചെയ്യുന്ന ദേശീയ ഭാഷയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചരിത്രപരമായ സാധ്യമല്ല എന്നാണ് അതിനുത്തരം. അത് തമിഴ്നാട്ടിൽ സാധ്യമല്ല, കർണാടകയിൽ ഒട്ടും സാധ്യമല്ല, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ സാധ്യമല്ല, ബംഗാളിൽ സാധ്യമല്ല, ആന്ധ്രയിലും കേരളത്തിലും സാധ്യമല്ല. അത്രയും സംസ്ഥാനങ്ങളുടെ എതിർപ്പ് മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അത് അങ്ങനെ ആക്കാൻ കഴിയില്ല. അതേസമയം ഇംഗ്ലീഷ് ആക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയാണ്. അർത്ഥത്തിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയാണ്. നിരവധി സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. എല്ലാവർക്കും ഈസിലി ആക്സസിബിളാണ്. മാത്രവുമല്ല, ഒരു ഗ്ലോബൽ റീച്ചിന് ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്ന ഭാഷയാണ്. നമ്മുടെ തൊഴിലവസരങ്ങൾക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിനെല്ലാം സഹായിക്കുന്ന ഭാഷയാണ്. ഇപ്പോൾ നമുക്കറിയാം, മധ്യപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് MBBS ഹിന്ദിയിൽ പഠിപ്പിച്ചു തുടങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഡോക്ടർമാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവർ ഏത് ഭാഷയിലായിരിക്കും മെഡിക്കൽ ടെർമിനോളജികൾ പഠിക്കുന്നുണ്ടാവുക? അങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോൾ അമിത്ഷായുടെ ഈ ഹിന്ദി പ്രേമം അതൊരു എന്താണ് പറയുക, ഒരുതരം ഒരു പ്രത്യേകതരം ലിംഗ്വിസ്റ്റിക് നാഷണലിസത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ്. അത് RSSന് മുമ്പേ ഉണ്ട്. അത് നമ്മുടെ ഭരണകൂടത്തിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. ഭരണകൂടം അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു, അത് നടപ്പാക്കുന്നു. ഇന്നലെ അമിത്ഷാ ഇതൊരു IASകാരൻ്റെ ഇതൊരു പുസ്തക പ്രകാശനത്തിലാണ്, ആത്മകഥയുടെ പ്രകാശനത്തിലോ മറ്റോ ആണ് ഇത് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ ANI ഈ പ്രസംഗം ആദ്യം ട്വീറ്റ് ചെയ്തിരുന്നു. പിന്നീട് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്തിനാണെന്ന് നമുക്കറിയില്ല. അത് ഒരുപക്ഷെ ഇപ്പോൾ ANI തന്നെ ഇംഗ്ലീഷിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ന്യൂസ് ഏജൻസിയാണ്, ഇംഗ്ലീഷാണ് അവരുടെ ട്വീറ്റ് ചെയ്യുന്നതൊക്കെ.
ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ രാജ്യത്ത് നാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് എന്നുള്ള വിവാദം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ച് അപഹാസ്യനാവുന്നുണ്ട് എന്താണ് സൈബർ ലോകത്ത്. മുമ്പ് മെഗാൻ കെല്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ജേർണലിസ്റ്റിനോട് റഷ്യൻ പ്രസിഡന്റ് പുടിനോടൊപ്പം അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്ന ചില വീഡിയോസൊക്കെ വൈറലാവുന്നുണ്ട്. ഇനി അതല്ല, ഇത് ശശി തരൂരിനെ ഉദ്ദേശിച്ചായിരിക്കുമോ? കാരണം ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ശശി തരൂരാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് നല്ല ബന്ധത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ശശി തരൂരൊക്കെ അഷെയിംഡ് എന്നാണോ പറയുന്നത്? അതല്ല ഇനി മോദി അഷെയിംഡ് ആവുമെന്നാണോ? ഇനി അതല്ല, അമിത്ഷായുടെ മകൻ BCCയുടെ പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹം ICCയുടെ പ്രസിഡന്റോ മറ്റാണ് ഇപ്പോൾ എന്ന് തോന്നുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് അങ്ങനെ സംസാരിക്കുന്നവർ അപഹാസ്യരാവുന്നാണോ പറയുന്നത്? അതൊക്കെ ഇടയ്ക്ക് നിന്ന് കേട്ടു പോകണം. ജയ്ഷാ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടു പോകുന്ന നല്ല രസമായിരിക്കും. അപ്പോൾ അതാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവത്തോണ്ടാണോ എന്നെ ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്ന അറിയില്ല. പക്ഷേ അമിത്ഷായുടേതോട് അമിത മോഹമാണ്. യെസ്, നിഷാദ്, ഈ ഇംഗ്ലീഷിനോടുള്ള ഒരു അതൃപ്തി ഇത് കാലങ്ങളായി തുടങ്ങിയതാണോ? അതായത് ഇംഗ്ലീഷിനോടുള്ള അതൃപ്തിക്ക് സംഘപരിവാർ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിനോടുള്ള അതൃപ്തി എടുക്കുന്നത് ചോദിച്ചാൽ, ഒറ്റ നോട്ടത്തിൽ അവർ വേണമെങ്കിൽ അതിനെക്കുറിച്ച് സിദ്ധാന്തം പറയുന്നത് കൊളോണിയൽ ഭാഷയാണ്. കൊളോണിയലിസത്തിൻ്റെ, ഇംഗ്ലീഷ് ആധിപത്യത്തിൻ്റെ എല്ലാ പാടുകളും മായ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇന്ത്യയുടെ സാംസ്കാരികമായ ഐഡൻറ്റിറ്റി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പാതയോരങ്ങളുടെ പേരുകൾ, കെട്ടിടങ്ങളുടെ പേരുകൾ ഇവയെല്ലാം മാറ്റുക, സമ്പൂർണ്ണമായും ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് ഇന്ത്യയെ മടക്കിക്കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് എന്ന് വേണമെങ്കിൽ അവർ വിശദീകരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. പക്ഷേ അത് നമ്മൾ ന്യായമായി നോക്കിയാൽ അങ്ങനെയല്ല. കാരണം ഇന്ത്യയെ ഒരു പ്രാദേശികതയിൽ, ഒരു പരിധിയിൽ കവിഞ്ഞ് വളരാൻ കഴിയാത്ത ഒരു സൊസൈറ്റിയാക്കി തളച്ചിടുക എന്നത് സംഘപരിവാർ എപ്പോഴും കാണുന്ന ഒരു സ്വപ്നമാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുക. നിങ്ങൾ മികച്ച ക്വാളിറ്റി വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് നോളജ് ഉണ്ടാകുന്നു. ഇംഗ്ലീഷ് നോളജ് ഉണ്ടാകുമെന്ന് വെച്ചാൽ എന്താണ്? ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നോളജിൻ്റെ എല്ലാ വാതായനങ്ങൾ തുറക്കപ്പെടും. ലോകത്തുള്ള എല്ലാ അറിവും കിടക്കുന്നത് ഇംഗ്ലീഷിലാണ്. അറിവിൻ്റെ എല്ലാ കൂമ്പാരങ്ങളും ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് ഭാഷ നന്നായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഭാഷ അറിയുക, ലോകത്തോട് സംവദിക്കാൻ ഭാഷ അറിയുക എന്ന് പ്രധാനമാണ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്നവർ നാണിക്കേണ്ടി വരും. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി വലിയ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ടാഗ്ലൈനിൽ ടൂറിസം പ്രൊമോഷൻ നടത്തുന്ന രാജ്യമാണ്. വരൂ, ഈ സംസ്കൃതിയെ തിരിച്ചറിയൂ, വൈവിധ്യങ്ങളെ തിരിച്ചറിയുമെന്ന്. വരുന്ന മനുഷ്യരോട് നമ്മൾ എങ്ങനെ സംസാരിക്കും? ലോകത്തു നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരോട് നമ്മൾ സംസാരിക്കേണ്ട ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് പറഞ്ഞൊരു നാണം കെടുന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ടൂറിസം പ്രൊമോഷനും ഇത് നമ്മൾ അന്തരം എന്താണെന്ന് കാണും, വൈരുദ്ധ്യം കാണും. അത് ജയ്ഷാ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പദവിയിലിരിക്കും, അദ്ദേഹത്തിന് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം മാത്രം ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി, പുതിയ യുവാക്കളൊന്നും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട എന്നാണോ ഈ അമിത്ഷാ പറയുന്നത്? അപ്പോൾ അതിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ഹിന്ദി, നമ്മുടെ ഹിന്ദുത്വം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു നരേറ്റീവിനെ എപ്പോഴും ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ അതിലിങ്ങനെ ലോക്ക്ഡ് ആവും. നമ്മുടെ ഹിന്ദി ഭാഷ, നമ്മുടെ ഹിന്ദു മതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൂർവികർ, നമ്മുടെ ഋഷിമാർ, ഇതിലിങ്ങനെ ആളുകളെ നിരന്തരം എൻഗേജ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. സൈക്കോളജിക്കലി ആളുകൾ അതിനകത്ത് നിൽക്കും. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നാൽ, നിങ്ങൾ കൂടുതൽ വിഹായസുകളിലേക്ക് ഉയർന്നാൽ നിങ്ങളുടെ ചിന്താ തലം മാറും. നിങ്ങൾ കൂടുതൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളായി മാറും. ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയും. ചോദ്യങ്ങൾ വരും, വിമർശനങ്ങൾ വരും. അതില്ലാത്ത ഒരു ജനതയാക്കി നിങ്ങളെ ഇങ്ങനെ താഴ്ത്തി ഇടാനുള്ള പദ്ധതിയാണ്. ലോകത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അറിയാതെ, ലോകത്ത് നടക്കുന്ന വിപ്ലവങ്ങളെക്കുറിച്ച് അറിയാതെ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ലാതെ ഹിന്ദുത്വ, നമ്മുടെ പശുക്കൾ, നമ്മുടെ പാരമ്പര്യം എന്നതിൽ ഒതുക്കിയ ആളുകളെ നിർത്തുക. ഇതാണ് വലിയൊരു ഗ്രേറ്റ് പ്ലാനാണിത്. ഒരു ലാർജ് സ്കെയിൽ പ്ലാനാണ്. ആ പ്ലാനിന് വേണ്ടിയാണ് ഈ ഹിന്ദി ഭാഷ, അതിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് മനസ്സിലാവും. ഇംഗ്ലീഷിനുള്ള വിരോധം എന്തിനാണ്? ഇംഗ്ലീഷിനുള്ള വിരോധം വാതിലുകൾ അടയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുന്ന ഒന്നാണെന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. അത് ഒരു ലോങ് ടേമിൽ ഹിന്ദുത്വ ഭരണകൂടത്തെ ഇന്ത്യയിൽ നിലനിർത്താൻ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള യുവാക്കൾ, നിങ്ങൾ നോക്കിയാൽ അവിടെ മനസ്സിലാവും. അവർക്ക് അവിടുത്തെ ഇലക്ഷനിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്ന മുഴുവൻ ഇവരുടെ പ്രൊപ്പഗൻഡ സാധനങ്ങളാണ് സംസാരിക്കുന്നത്. G7 G20 മോദിജി അല്ലേ G20യെ നയിക്കുന്നത് എന്നൊരു കോളേജിലെ ചെറുപ്പക്കാരൻ ചോദിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. G20യുടെ തലപ്പത്തേക്ക് ഓരോ റൊട്ടേഷനിൽ ഓരോരുത്തരും തലപ്പത്ത് വരും. അങ്ങനെയാണ് മോദി അതിൻ്റെ തലപ്പത്ത് വന്നത്. അടുത്ത വർഷം വേറെ ആളാണ് എന്ന് അറിയാൻ തക്കവണ്ണം വിദ്യാഭ്യാസത്തിലേക്ക് അവിടുത്തെ ആൾക്കാർ വരുന്നില്ല. മറിച്ച് ഇവർ ഈ വാട്സാപ്പിൽ കുത്തിച്ചെലുത്തുന്ന G20 നമ്മളാണ് ഇപ്പോഴും നയിക്കുന്നത് വിചാരിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ അവിടെ കാണും. പിന്നെയും എത്രയോ ആളുകൾ രാമക്ഷേത്രം നിർമ്മിച്ച സർക്കാരിനെ അല്ലാതെ വേറെ ഏത് സർക്കാരിനെയാണ് വിജയിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരുതരം സാംസ്കാരിക ഹിന്ദുത്വയിൽ, ഇംഗ്ലീഷ് വിരുദ്ധതയിൽ ആളുകളെ തളച്ചിടുക എന്ന് പറയുന്ന പണിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ്, അല്ലാതെ മറ്റൊന്നുമല്ല.
അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ മേഖലയിലും ഇംഗ്ലീഷ് ഇല്ലാതാവും. നേരത്തെ പറഞ്ഞ ടൂറിസം സെക്ടറിൽ നമുക്ക് ഇല്ലാതാവും. നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ പഠനം ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് മുറി മാത്രം പഠിക്കുന്നതല്ല. അപ്പോൾ ഇൻ്റർനെറ്റിൽ കയറി നിങ്ങൾക്ക് ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് വേണം? ഇംഗ്ലീഷ് ഭാഷ വേണം. നിങ്ങൾ ഹിന്ദിയിലാണ് നിങ്ങൾ ഈ പറയുന്ന മെഡിസിൻ പഠിക്കുന്നത്, നിങ്ങൾ ഇരുന്ന് കുറിപ്പെഴുതുന്നത്, നിങ്ങളുടെ പുതിയ സംഗതികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ശേഷി, ഇതെല്ലാം അബദ്ധമാവുകയാണ്. അപ്പോൾ ഒരു തലമുറ തന്നെയും വിനാശത്തിലേക്ക് വീണുപോയാലും രാഷ്ട്രീയ അധികാരം നിലനിർത്തണമെന്ന വ്യാമോഹതയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിനെ ചെറുക്കാൻ ചെറുപ്പക്കാർക്ക് കഴിയട്ടെ എന്ന പ്രത്യാശ മാത്രമേ ഉള്ളൂ. യെസ്, എന്തായാലും ഇംഗ്ലീഷ് വേണ്ട, ഹിന്ദി മതി എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ തലമുറ ഹിന്ദിയും നമ്മുടെ സംസ്കാരവുമൊക്കെ പഠിച്ചേക്കും, ചരിത്രമൊക്കെ പഠിച്ചേക്കും. പക്ഷേ അത് നമ്മുടെ രാജ്യ പുരോഗതിക്ക് വലിയ ഗുണം ചെയ്യില്ല എന്നത് ഉറപ്പാണ്.